ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ നിവേട്ടൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയും ഉള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, നിവേട്ടനിതാ കൃഷി ഉണ്ട് അവിടെ. ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. നിവേട്ടൻ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. ഇവരുടെ നിവേട്ടൻ്റെ തറവാട്ട് അമ്പലമാണ്. പിന്നെ ഞാൻ എൻ്റെ റിംഗ് ലൈറ്റ് എടുക്കാൻ മറന്നു. അപ്പോൾ അതിങ്ങനെ പറയുകയാണ് നിവേട്ടനോട്, അത് മറന്നു പോയി എടുക്കാനെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതില്ലാണ്ട്. ഇപ്പം നിവേട്ടനാണ് എടുത്ത് തരുന്നത്. അപ്പം ഞാൻ വേഗം തന്നെ കൃഷുവിൻ്റെ പാല് ചൂടാക്കുകയാണ് കേട്ടോ. അതെന്താ ഇപ്പൊ പറന്നുപോയത്? കൃഷിപ്പം കുറച്ച് സംസാരിക്കാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവൻ്റെ പാല് ചൂടാക്കുകയാണ്. ഈ സാധനം, ഈ റിംഗ് ലൈറ്റ് എടുക്കാൻ മറന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ അതാ അവിടെ നിന്ന് എന്തൊക്കെയോ പോയി എടുത്ത് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ പാലൊക്കെ ചൂടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ ഇടുകയാണ്. ആ സമയത്ത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് വരുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മ ഇതെല്ലാം ആക്കി വെക്കും. പിന്നെ ചായ ഞാൻ ഉണ്ടാക്കും. എനിക്ക് ആ പണിയേ ഉണ്ടാവാറുള്ളൂ ഇവിടെ. ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് വലിയ പണിയൊന്നും എനിക്കിവിടെ ഉണ്ടാവാറില്ല. അങ്ങനെ ചായയൊക്കെ ആക്കി പിന്നെ ഞാൻ വേഗം കൃഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പുട്ടും പഴവുമാണ് കേട്ടോ. എല്ലാവർക്കും അത് തന്നെയാണ് ഉണ്ടാക്കിയത്. കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പം കൃഷുവിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഓരോന്നെല്ലാം പറഞ്ഞൊക്കെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് പാല് കൊടുത്തു. പിന്നെ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടപ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, എന്തിനാണ് നിവേട്ടൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന്. അപ്പോൾ ഞാൻ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു റീസൺ ഉണ്ടെന്ന്. പിന്നെ എൻ്റെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നത്, അതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഏട്ടൻ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം അത് വേറെ ഒന്നുമല്ല, നിവേട്ടൻ ദുബായിലുള്ള ജോബ് റിസൈൻ ചെയ്തു. എന്നിട്ട് ഇപ്പം ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് ബഹ്റിനിലേക്കാണ്. സെയിം കമ്പനി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ മുന്നേ ബഹ്റിനിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഈ സെയിം കമ്പനി തന്നെ. അവിടുന്ന് ദുബായിലോട്ട് വന്നതാണ്. ഇപ്പോൾ പിന്നെയും ബഹ്റിനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബഹ്റിനിലുള്ള കമ്പനിയിൽ ഒരു ന്യൂ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിവേട്ടനെ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന പോലെയൊന്നും അല്ല, വലിയ പുള്ളിയാണ് കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൃഷിയും പോകുന്നുണ്ടെങ്കിൽ അത് ബഹ്റിനിലേക്കായിരിക്കും. മേ ബി അവിടുത്തെ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല കറക്റ്റ്. എന്തായാലും വരാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ദുബായ് ആട്ടോ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. കൃഷിയും നിവേട്ടനും കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ ഇന്ന് എനിക്ക് തീരെ സുഖമില്ല, എനിക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ വരും, ഫുഡൊക്കെ കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഒരു പ്രശ്നമാണ്. നാളെയാ വരിക? എവിടെയാ പോന്നേ? അമ്മൂന്റെ വീട്ടിൽ പോവാ? എപ്പാ വരിക? എന്തെന്നാ വരുമ്പോ? അപ്പോൾ നിവേട്ടൻ പുറത്ത് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് കൃഷുവിൻ്റെ സോപ്പ് എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും അത് തന്നെ സംഭവിച്ചു, എൻ്റെ അടുത്ത് മറന്നുപോയി. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ വേഗം പോയി ഉപ്പേരിക്കുള്ള, ഇന്ന് ചീരയായിരുന്നു, അപ്പോൾ ഉപ്പേരിക്കുള്ള ചീര കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു.
ഞാനിത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൃഷു അവിടെ നിന്ന് എന്തെല്ലോ കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനോട് എന്തോ പറയുകയാണ്, അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൃഷുവിനെ കൊണ്ടുപോയി കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അപ്പോഴത്തേക്കും നിവിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടാളും കൂടി അവിടെ നിന്ന് കുറച്ച് കളിച്ചു. ആ സമയത്ത് ഞാൻ വേഗം അവൻ്റെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ഫുഡ് കൊടുക്കുന്ന വീഡിയോയും എന്താ ഉണ്ടാക്കിയതെന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അവന് അമൃതം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനത് ആ റിംഗ് ലൈറ്റ് എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവനത് കൊടുത്തു, വേഗം തന്നെ ഉറക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു കൃഷി എണീക്കുന്നതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കാമെന്ന്. എന്നാൽ പിന്നെ എനിക്ക് അവന് കൊടുക്കാമല്ലോ, ഇല്ലെങ്കിൽ അവന് കൊടുക്കാൻ ഒത്തിരി സമയമെടുക്കും കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൻ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെയും ലേറ്റാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിയാമെന്ന്. ഇന്ന് ഞങ്ങൾക്ക് ഇറശ്ശേരി ആയിരുന്നു. ഇതെന്താ ഇറശ്ശേരി, എന്തിൻ്റെ ഇറശ്ശേരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പൊട്ടിക്കയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിന് പറയുക. പിന്നെ ചീരേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ അമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഉപ്പിലിട്ട മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കുറച്ചെടുത്തു. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലോണം ചോറ് കഴിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്രിഷ് ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവന് വേഗം ഫുഡ് കൊടുത്തു. അവൻ കഴിച്ചെടുക്കാൻ ഇപ്പം നല്ല പണിയാണ്, ഭയങ്കര മടിയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയല്ലോ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നിവിയേൻ്റെ തറവാട് വരെ ഒന്ന് പോവാമെന്ന്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അത് നിവിയേൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തറവാടും പിന്നെ മൂത്തച്ഛൻ്റെ വീടും. തറവാട്ടിൽ നിൽക്കുന്നത് നിവിയേട്ടൻ്റെ അച്ഛൻ്റെ അനിയനാണ്. ഇത് എളാച്ചൻ്റെ മോനാണ് അക്കു. പിന്നെ അവിടെ കാണുന്നത് മൂത്തച്ഛൻ്റെ വീടാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ അക്കുവായിട്ടും പിന്നെ ഏച്ചീൻ്റെ മക്കളായിട്ടൊക്കെ ഭയങ്കര കളിയാണ് കൃഷു. പിന്നെ ഇതാ ഇളയമ്മ ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇളയമ്മ നല്ല അടിപൊളിയിൽ ഫുഡ് ഉണ്ടാക്കും കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അക്കു എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. എന്നാടി വന്നിട്ട് കൃഷുവിനൊരു മുട്ട പുഴുങ്ങിയൊക്കെ കൊടുത്തു കേട്ടോ. അവന് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ നിന്നൊന്നും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും ആക്ച്വലി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാനൊന്ന് ഫ്രഷായി. പിന്നെ ഞാൻ വിചാരിച്ചു ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കൃഷുവിന് ഈ ബ്രെഡും മുട്ടയും പാലും കൂടി ഇങ്ങനെ മിക്സാക്കിയിട്ട് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ഒന്നിതാക്കി എടുക്കൂലേ, അത് ഇഷ്ടമാണ്. അത് അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്ത് ഞാനിങ്ങനെ ബ്രെഡ് നെയ്യിൽ ആക്കിയിട്ടിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്കും അമ്മയ്ക്കും പിന്നെ നിവിയേട്ടൻ്റെ അനിയൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടെ നിവിയേട്ടൻ ഈ ചിക്കൻ റോള് അത് വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കും. പിന്നെ ഞങ്ങൾക്കും അത് ബ്രെഡ് ഏതായാലും ഉണ്ടാക്കുമ്പം കുറച്ച് അധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷു വെറുതെ അതെടുത്തിട്ട് വായിൽ വെച്ച് നോക്കാം കേട്ടോ, അത് ഞാൻ അവന് കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾ വന്ന് അതെടുത്തിട്ട് പോയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളൂ. അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അനിയൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അവളുമായിട്ട് കുറച്ച് സംസാരിച്ചിരുന്ന് അങ്ങനെ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടുള്ള. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്രിഷ് ബേബി ഒന്ന് വീണു, എന്നിട്ട് നെറ്റി ചെറുതായിട്ടൊരു മുഴച്ച വന്ന പോലെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, റെഡിയായി. പിന്നെ എന്താ, ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.